അത് 10 റുപ്യക്കാരന് 10 റുപ്യ കൊടുക്കും, 8 റുപ്യക്കാരന് 8 റുപ്യ കൊടുക്കും. ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീക്ക് ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളം 3000 റുപ്യ സാലറിയാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും പഠിപ്പിച്ച് കൊടുക്കാൻ പോവുകയാണ്. ആ ഒരു മാസത്തെ ശമ്പളം ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കും. പിന്നെ ബിസിനസ്സിൻ്റെ ലാഭത്തിന് അനുസരിച്ചിട്ട് നമ്മളൊരു വർഷത്തിൽ ഒരു കണക്കൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു പുതിയ ആളുകൂടി വന്ന് ചേർന്നതിൻ്റെ പേരിൽ അവരും കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. പക്ഷെ അവരതിന് എതിർപ്പുള്ള ആളുകളല്ല, അവർക്കും വലിയ താല്പര്യം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ. ഒരു കൊല്ലം ഏകദേശം അതിന് ശേഷം ഞങ്ങൾ ബിസിനസ്സിൻ്റെ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് വെച്ചാൽ അതിൽ ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനിച്ചിട്ട് എന്തെങ്കിലും നല്ലൊരു വിഹിതം ഈ തൊഴിലാളികൾക്ക് ഞങ്ങൾ മാറ്റി. ഈ വിശേഷാവസരം എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? എല്ലാം സ്റ്റാഫ് ഇപ്പോൾ ഒരു 10-52 സ്റ്റാഫ് ഉണ്ടാവും. ഈ ഫാക്ടറി മാത്രമാണോ ഉള്ളത്, അതോ വേറെ സ്ഥലങ്ങളിൽ വേറെ യൂണിറ്റുകളുണ്ടോ? അല്ലല്ല, ഞങ്ങൾ ഇതാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇനിയും തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചാൽ തുടങ്ങണം എന്നുള്ള അഭിപ്രായമുണ്ട്. കുറച്ചും കൂടെ പ്രൊഡക്റ്റ് കൂട്ടിയിട്ട് കുറച്ചും കൂടെ നല്ല രീതിയിലാവണം എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്താണ് ഒരു വിഷൻ? ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പൗർണമി എന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ പേര്? ഇല്ല, ഒരിക്കലും ഈ പേര് മാറില്ല. ഒരിക്കലും ഒരിക്കലും മാറില്ല. കാരണം ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തിട്ടൊരു തീരുമാനമാണ്. അന്ന് ആരും പാർട്ണർഷിപ്പും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയ ശേഷം ഒരു 5-6 മാസത്തോളം പോയപ്പോൾ പൈസയൊക്കെ ഏകദേശം തീർന്ന മട്ടാണ്. അപ്പോൾ അത് ഒന്നുകൂടെ മൂവ് ആവണമെങ്കിൽ ശരിക്കും ഒരു സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരു ലോണൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ലോണൊക്കെ എടുക്കാൻ വേണ്ടിയോട് പലരോടും അതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട്, പക്ഷേ ഞാൻ ലോണൊക്കെ ഒന്നും പോയിട്ടില്ല. ഒരു പാർട്ണർഷിപ്പ് ചേർത്ത് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നു. കുട്ടിക്കാലം എങ്ങനെയാണ് ചെലവഴിച്ചിട്ടുള്ളത്? പിന്നെ അച്ഛന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അച്ഛനൊരു കർഷകനായിരുന്നു. പിന്നെ അമ്മ ഹൗസ് വൈഫായിരുന്നു. അമ്മ നന്നായി പാചകം ചെയ്യുമായിരുന്നു? അമ്മ പാചകത്തിൽ ഇത്രയും കഴിവുള്ള ആളായിരുന്നു. കുട്ടിക്കാലത്ത് അങ്ങനെ സഹോദരി സ്വന്തം വീട്ടിൽ മാത്രമല്ല, അത് ഒന്നുമല്ല, സ്വന്തം വീട്ടിൽ നന്നായിട്ട് നല്ല കുക്കിംഗ് ആയിരുന്നു. ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഇതാണ്. എനിക്കിപ്പോഴും ഒരു ഓർമ്മയുണ്ട്. പിന്നെ എനിക്കിത് ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ ഈ ഒരു ആശയം മനസ്സിൽ വരാനുള്ള കാരണം പറഞ്ഞാൽ, എൻ്റെ ഒരു ചെറിയൊരു മകളുടെ കല്യാണം, ഞാൻ BCom കേസായിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ആ കല്യാണത്തിന് ഞങ്ങൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ആ കൂട്ടത്തിൽ ഈ റൈസിൻ പിക്കിളാണ് ഉണ്ടാക്കി. ആ പിക്കിള് അന്ന് കഴിച്ചപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായതാണ്. വ്യവസായം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരു പിക്കിള് നമ്മളെ സാമ്പത്തിക അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരൊരാൾക്ക് തുടങ്ങാൻ പറ്റാവുന്നൊരു ബിസിനസ് ഇതാണെന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ അതിൽ ശരിക്കും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ആശയം മനസ്സിൽ വന്നത്. അങ്ങനെ അന്നത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു കുക്കായിരുന്നു. പക്ഷേ പുള്ളി ചെയ്ത മാതിരിയല്ല ഇപ്പോൾ ഞാൻ ചെയ്യണത്. ഇങ്ങോട്ട് കൂട്ടാൻ ശ്രമിച്ചോ? ഇല്ല, കല്യാണത്തിന് മാത്രം ഉണ്ടാക്കുന്നതല്ല. ഇത് നമുക്കിപ്പോൾ ഒരു 12 മാസമൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ അതിന് പരിചയസമ്പന്നമായിട്ടുള്ള അതിന് കഴിവുള്ള ആൾ തന്നെ വേണം. പറഞ്ഞല്ലോ, നല്ല എക്സ്പീരിയൻസ് 10-50 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള 74ഓളം വയസ്സുണ്ടാകും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, പുള്ളി പറഞ്ഞത് ശരിയാണെങ്കിൽ. ഈ പുതിയതായിട്ട് ഒരു രംഗത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് അതത്ര എളുപ്പം സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏത് രംഗത്തായാലും അതിൻ്റെ തടസ്സങ്ങളുണ്ടാവും, പരാതി ഉണ്ടാവും. ഒരാളെയും കൂടെ ഒഴിവാക്കി കിട്ടിയാൽ എത്ര നല്ലതാണെന്ന് ആലോചിക്കുന്നവരായിരിക്കും. എത്രത്തോളം റെസിസ്റ്റൻസ് ആണ് ഈ രംഗത്ത് നേരിടേണ്ടി വരുന്നത്? ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഞാനത് ആദ്യം മനസ്സിൽ കണ്ടൊരു കാര്യമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു പയ്യൻ, ഒരു ബിടെക് വരെ പഠിച്ചൊരു പയ്യന് നമ്മളടുത്ത് ജോലി അന്വേഷിച്ച് വന്ന് ഇവിടെ കിട്ടുന്നതിന് ശേഷം ഒരു 5 ജില്ല ആദ്യം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ, 5 ജില്ലയിൽ ഒരു സർവേക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ സാധാരണ നമ്മളെപ്പോലത്തെ സാധാരണക്കാരൻ ചിന്തിക്കുന്ന രീതിയിൽ, കാരണം നമ്മൾ BBA MBA ഒന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ ഇന്നെപ്പോലത്തെ സാധാരണക്കാരൻ ചിന്തിക്കുന്ന രീതിയിൽ ഒരു നോട്ട് ബുക്ക് വാങ്ങിച്ചു വെച്ച്, ഒരു പെന്നും വാങ്ങിക്കൊടുത്ത് ആ കുട്ടിക്ക് ഒരു 300 റുപ്യ 500 റുപ്യൊക്കെ ഡെയിലി പോക്കറ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു ജില്ല കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട് ഏകദേശം ജില്ലേൻ്റെ ടൗണുകളൊക്കെ നോക്കിയിട്ട് ഓരോ കടകളൊക്കെ പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചറിയും. ഇവിടെ ഏതൊക്കെ പ്രൊഡക്റ്റ് പിക്കിൾസ് വരണമെന്ന് ചോദിക്കും. അതിന് റേറ്റ് ചോദിച്ചറിയും. അങ്ങനെ എടുത്ത് ഒരു 2-3 മാസം കൊണ്ട് അവന് ശരിക്കും ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് മാറാനുള്ളൊരു പരിചയം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതോടുകൂടെ ഞാനും പഠിച്ച് അവനും പഠിച്ചതാണ്. എൻ്റെ പേര് റമീസ് എന്നുള്ളൊരു പയ്യനാണ്, കോഴിക്കോട് ഉള്ളതാണ്. ഞങ്ങളാണ് തുടക്കം. അങ്ങനെ എൻ്റെ മകൻ എന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നല്ല വിജയമാണ്.
നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. മറ്റെന്തൊക്കെയാണ്? സിനിമ ഒരുപാട് കാണും, സിനിമ ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണ്. സിനിമ നല്ല കണ്ടിരുന്ന കൂടുതലാണ് ആദ്യം. പിന്നെ കുറേ ഏജൊക്കെ ഓവറായില്ല. 52 വയസ്സായതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പഴയ കാലത്ത് അങ്ങനെ ഒന്നും ഞങ്ങൾ ആളുകളൊന്നും അങ്ങനെ എഴുതി വെക്കാറൊന്നുമില്ല. അപ്പോൾ പഴയ കാലത്ത് റേഷൻ കാർഡൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ മനസ്സിലുള്ളത് 52 വയസ്സായി എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ടി വിയിൽ മാത്രം കാണാറ്, മറ്റേ അതൊക്കെ തിയേറ്ററൊക്കെ പോയി ഇപ്പോൾ കാണാറുണ്ടായി. ആരായിരുന്നു ഇഷ്ടം നടൻ? ഇഷ്ടം നടനായിരുന്നു മമ്മൂട്ടി. പഴയ കാലത്ത് പ്രേംനസീർ, ഇപ്പോൾ മമ്മൂട്ടി. ഇവിടെ മലപ്പുറത്തൊക്കെ പണ്ടെന്ത് സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു? അത് ടൗണിലൊക്കെ പോയി കാണുമായിരുന്നു? ഉണ്ടായിട്ടുണ്ട്. പരപ്പനങ്ങാടി ഉണ്ടായിട്ടുണ്ട്, പിന്നെ ചെമ്മാട് തിരുവരങ്ങാടി ഉണ്ടായിട്ടുണ്ട്. പത്മരാജന്റെ സിനിമ ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ടെന്ന് കേട്ടു. അതെ, അത് ഞാൻ ഒരു രാഷ്ട്രീയ, അതായത് യൂത്ത് ലീഗിൻ്റെ ഒരു യൂത്ത് മാർച്ച് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ ചെന്നപ്പോൾ കോവളം കാണാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ കോവളത്ത് പോയതാണ്. കോവളത്ത് ചെന്നപ്പോൾ പിന്നെ പത്മരാജൻ സാറിൻ്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയി നോക്കി. അപ്പോൾ മോഹൻലാലുണ്ട്, അശോകനുണ്ട്, രാജു ഉണ്ട്. അങ്ങനെ അന്ന് പിന്നെ രാജു എന്നോടൊന്ന് ഞാൻ സിഗരറ്റ് നല്ല വലിക്കായിരുന്നു. ആ കാലത്ത് എന്നോട് തീപ്പെട്ടിയൊക്കെ വാങ്ങിച്ച് സിഗരറ്റൊക്കെ വലിച്ചു തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് അങ്ങനെയുള്ള നമുക്ക് വലിയൊരു ആഗ്രഹം. പക്ഷെ അവിടെ ഒന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല ഇവരെ. പക്ഷേ നമ്മൾ ഈ ഭാഗത്തുനിന്ന് പോയിട്ടുള്ള ഈ മലപ്പുറം ജില്ലയിലെ കുട്ടികളെല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞ് നിന്നിട്ട് ഷൂട്ടിങ് കളിയായിരുന്നു. അത് കൂടുതൽ ഞാനുണ്ടിരുന്നുണ്ട്. അത് ഒരുപാട് കാലം മുന്നെയാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, മദ്രാസിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ല, പിന്നീട് ഈ പിന്നെ ഇതുപോലെയുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് അതുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഞാൻ കേരളത്തിൻ്റെ ഏതാനും ഭാഗങ്ങളിലൊക്കെ ഞാൻ ഓടിയിട്ട് പലരെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പല ഭാഗങ്ങളും പലതും ഇതിനുള്ള മെറ്റീരിയൽസൊക്കെ ഇന്ന ഭാഗത്തു നിന്ന് കിട്ടുക നമുക്ക് ആരും പറഞ്ഞുതരാനില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒക്കെ നോക്കി. പിന്നെ ഇതിൻ്റെ ഈ ഫുഡ് സെറ്റിൻ്റെ പുസ്തകമൊക്കെ വാങ്ങിയിട്ട് അതിലൊക്കെ നോക്കിയിട്ട് അഡ്രസ്സൊക്കെ നോക്കി തപ്പി പിടിച്ച് വിളിച്ച് അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ശരിക്കും ഇത് ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം ഇതിലൊരു പാലപാഠം പോലും അറിയാതാണ് ഞാൻ ഈ കാലം വെച്ച്. ഏകദേശം ഒരു 11 മാസത്തോളം ശരിക്കും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗങ്ങൾക്ക് പഠിക്കാനും പിന്നെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പോൾ മദ്രാസിൽ പോയി FPO കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പഠിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും ഇതിനോട് പേപ്പർ വർക്കൊക്കെ ചെയ്യാനൊക്കെ. അപ്പോൾ താങ്കളുടെ മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവരിറക്കുന്ന പ്രോഡക്ട്സ് എന്താണ് അവരുടെ കുറവുകൾ, എല്ലാത്തിനെ കുറിച്ചും നല്ല വ്യക്തമായ ധാരണയുണ്ട്. നോട്ട് ബുക്ക് നോക്കാതെ തലയ്ക്കകത്തുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുതന്നെയാണ് താങ്കളുടെ ഈ വിജയ വഴിയിലേക്ക് നടക്കാനുള്ള കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കട്ടെ. അപ്പോൾ അവിടുന്ന് എന്നോട് ഒരു കുട്ടി വന്നിട്ട് ഉള്ളിൽ ഒരു സ്റ്റാഫ് വന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ സാറേ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ഇത്ര കിലോ ഉണ്ട്, അതിലേക്ക് എന്ത് ചേർക്കണം, എത്ര ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പറയാൻ കഴിയും. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഏത് നിലയ്ക്കുള്ള വ്യക്തിയാണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളും നന്നായിരിക്കണം, അതിനു വേണ്ടിയാണ് എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന ശ്രീ മുഹമ്മദ് കുട്ടി, പൗർണമി ഫുഡ് പ്രോഡക്ട്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ന് വിജയവഴിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അദ്ദേഹത്തോട് വിട ചോദിക്കുന്നു. അതോടൊപ്പം വിജയവഴിയുടെ എപ്പിസോഡുകൾ പക്ഷേ തുടരുകയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 10:30 കാണാൻ മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വിജയകഥയുമായി ഞങ്ങൾ വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.